നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. സ്വർണ്ണക്കൊള്ളയും പയ്യന്നൂർ ഫണ്ട് തിരിമറിയും ആയുധമാക്കാൻ പ്രതിപക്ഷം. നയപ്രഖ്യാപനത്തിൽ നന്ദി പ്രമേയ ചർച്ച തുടരും. കെപിസിസി തെരഞ്ഞെടുപ്പ് സമിതി തിരുവനന്തപുരത്ത്. സ്ഥാനാർത്ഥി നിർണയം പ്രധാന അജണ്ട. സിറ്റിംഗ് എംഎൽഎമാരെ വീണ്ടും മത്സരിപ്പിച്ചേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. എസ്ഐടി നിലപാടറിയിക്കും. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പ് ഇഡിക്ക് കൈമാറാൻ എസ്ഐടി. ഇന്ന് ഓഫീസിലെത്തി രേഖകൾ പരിശോധിക്കും. സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്കിന്ന്. അടിയന്തര സാഹചര്യം ഒഴികെയുള്ള സേവനവും അധ്യാപനവും ബഹിഷ്കരിക്കും. അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കും ഇന്ന്. പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 കുറയ്ക്കണമെന്ന ആവശ്യം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. പ്രഖ്യാപനം ഇന്നത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷം. ആഗോള ജിഡിപിയുടെ ഗണ്യമായ പങ്ക് കരാർ നിയന്ത്രിക്കും. അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാനാകുമെന്ന് പ്രതീക്ഷ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന് ഇനി 2 നാൾ. ക്ഷേമ പെൻഷൻ വർധന, ജീവനക്കാരുടെ DA കുടിശ്ശിക വിതരണം ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുക സർക്കാരിന് വെല്ലുവിളി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഇന്ന് സർവകക്ഷി യോഗം. ബജറ്റ് ഫെബ്രുവരി 1-ന്. കോൺഗ്രസ് നയരൂപീകരണ സമിതി യോഗം വൈകിട്ട്. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. NSSന് ലഭിച്ച അനുകൂല വിധി എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാക്കണമെന്ന് സർക്കാർ. ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാകുന്നില്ലെന്ന് സർക്കാർ നീക്കം ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് പിന്നാലെ.